ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയാൻ പോകുന്നത് ജിൻഡോയുടെ സ്ഥാനത്ത് റോക്കി ആയിരുന്നെങ്കിലോ, ജാസ്മിൻ്റെ ഗതി. അപ്പോൾ നിങ്ങൾ ഓർക്കും ബ്രോ എന്തൊക്കെയാണ് ഈ പറയുന്നത്. കൂടുതലായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്കറിയാലോ, സിജോ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ആളാണ്. സിജോ, ഗബ്രി, നമ്മുടെ ജാസ്മിൻ, ഈ 3 പേരും നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യും. എന്നിട്ടും ജിൻഡോ അവിടെ പിടിച്ചു നിന്നു. ജിൻഡോയ്ക്ക് കരോട്ടെ അറിയാം, കുംഫു പഠിച്ചാണ്, റോക്കിയെ പോലെ തന്നെ സെയിം ഇതാണ്. പക്ഷെ അദ്ദേഹത്തിന് ക്ഷമയുണ്ട്. ആ ഇതാണ് അദ്ദേഹം കപ്പിലേക്ക് എത്തിച്ചത്. റോക്കിയെ ഒന്ന് പ്രൊവോക്ക് ആക്കിയപ്പോഴാണ് റോക്കി സിജോനെ അടിച്ചിട്ട് പുറത്തായി. അത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം അതൊന്നുമല്ല. ഒരു ജയിലിനുള്ളിൽ ജാസ്മിനും നമ്മുടെ ജിൻഡോയും കൂടെ കിടക്കുവാണ്. ഉറക്കത്തിൽ എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ ഈ ജാസ്മിൻ എടുത്ത് ചവിട്ടുന്നു, അടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ആ സ്ഥാനത്ത് റോക്കി ആയിരുന്നെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സ്ഥാനത്ത് റോക്കി ആയിരുന്നെങ്കിലോ ജാസ്മിൻ്റെ പൊടി പോലും കാണത്തില്ല. അവൻ അടിച്ചിട്ട് വെളിയിൽ പോകും. റോക്കിക്ക് അങ്ങനെ ഒരു മൈൻഡാണ്. അതാണ് റോക്കിയും ജിൻഡോയും തമ്മിലുള്ള വ്യത്യാസം. എത്രയോ മത്സരാർത്ഥി അവരോട് എല്ലാവരും പ്രൊവോക്ക് ചെയ്യാൻ നോക്കി. ജിൻഡോ എന്തെങ്കിലും വാവുകൊണ്ട് പറയുന്നതല്ലാതെ അവരെ ഇത് ചെയ്തു. പിന്നെ ആ ടാസ്കിനിടയിൽ മാത്രം ഒരു ചെറിയ ഉന്തുന്തള്ളം ഉണ്ടായതല്ലാതെ വേറെ ഒരു രീതിയിലും, ടാസ്കാന്ന് ഓർക്കാം, ഒരു രീതിയിലും ജിൻഡോ അവരെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല, ഒന്നുമില്ല. അവിടെയുള്ള ഏറ്റവും നല്ല ബലവാനായ മനുഷ്യൻ ജിൻഡോ തന്നെയാണ്. അതാണ് റോക്കിയും ജിൻഡോയും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് റോക്കി അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ കടന്നു, വെളിയിൽ കിടന്നുണ്ട്, അങ്ങനെയാ ഇങ്ങനെയാ അതൊക്കെ പറഞ്ഞാലോ. അത് റോക്കിയുടെ ഇത് ആ മനുഷ്യനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം കപ്പ് നേടിയത്. നിങ്ങൾ തന്നെ ആലോചിച്ചുള്ള കാര്യമല്ലേ. റോക്കി ഈ പ്രൊവോക്കഡ് ആവുക, ഇടിക്കുക, അവിടെ നിന്നിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാത്തിനും കൈയും കാലും ഒടിച്ചിട്ട് പുള്ളി പോകുള്ളൂ. പുള്ളി ഏതാണ്ട് എന്താ പറയണ്ടേ, അവിടെ എന്തോ ഷോയാണോ ഭയങ്കര മാസാണോ കാണിക്കാനുള്ള പരിപാടിയായിരുന്നു റോക്കി അവിടെ കാട്ടിക്കൂട്ടി. പക്ഷെ ജിൻഡോ അങ്ങനെയല്ല. ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ ക്ഷമയുണ്ട്. ക്ഷമയാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് കളിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഈ റോക്കിയുടെ സ്ഥാനത്ത് ജിൻഡോ ആയിരുന്നെങ്കിൽ സിജോനെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അല്ല, ശരിയല്ലേ? ജാസ്മിൻ റോക്കി നമ്മുടെ ജിൻഡോയെ പിടിച്ച് തല്ലുന്നുണ്ട്, എന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല. എന്നിട്ട് ലാലേട്ടൻ എനിക്ക് കുഴപ്പമില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചുകൂടിയോട് അവസാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.